ബലാഗ് മാസിക. ഇത് തബ്ലീഗ് ജമാഅത്തിന്റെ മുഖപത്രമാണ്. ഈ ബലാഗ് മാസിക അതിന്റെ ഉള്ളിൽ ഒരു ലേഖനം എന്താ അറിയോ? മദീന സിയാറത്ത് എന്നാണ്. ഇതിന്റെ 25-ാമത്തെ പേജിൽ മദീന സിയാറത്ത് എന്ന ലേഖനം. അപ്പൊ ആ ലേഖനത്തിൽ മദീനയുടെ കുറെ പോരിശകൾ, ഇപ്പൊ ഏപ്രിൽ 2024 കുറെ പോരിശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം മദീന സിയാറത്ത് എന്ന ഒരു ഹെഡിങ് 28-ാമത്തെ പേജിൽ. അതിലെന്താ ഉള്ളത്? നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ ഉദ്ധരിക്കുന്ന ദുർബലവും നിർമ്മിതവുമായ എല്ലാ ഉദ്ധരണികളും ഈ മാസികയിൽ എടുത്തു കൊടുക്കുക. അതെന്തിനാ കൊടുത്തത്? ശിർക്കിനെ തടയുന്നവർ, ജാരങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവർ, അനാചാരങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരാണെങ്കിൽ ഈ നിർമ്മിത വാക്കുകൾ, ദുർബല വാക്കുകൾ, സ്വീകരിക്കാൻ പറ്റാത്ത വാക്കുകൾ അത് എടുത്ത് എഴുതി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമോ? ജനങ്ങളെ കബളിപ്പിക്കുമോ? അപ്പൊ സഹോദരങ്ങളെ, ശിർക്കിനെതിരെ, ബിദ്അത്തിനെതിരെ, ഖുറാഫത്തുകൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ ശബ്ദിക്കുക എന്ന ഒരു മുഖം, ആ ഒരു നിലപാട് തബ്ലീഗ് ജമാഅത്തിന്റെ നേതൃത്വത്തിന് ഇല്ല. അതിന്റെ തെളിവാണ് ഈ സാധനം. ഇനി ഇത് ബലാഗ് മാസിക വേറെ ഒന്ന്. ഇതേതാ? 2024 ഒക്ടോബർ. ഇതിലെന്താണ്? അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ലയുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം. ആ ലേഖനത്തിൽ എന്താണ്? ബൈഅത്ത്, സൂഫികളെ ഏർപ്പാടാണ്. ഒരു ശൈഖിന് ബൈഅത്ത് എടുക്കണം, ആ ശൈഖിന്റെ മുരീദായി മാറണം, ആ ശൈഖ് തെളിക്കുന്ന വഴിയിലൂടെ പോകണം. അതിനെ കൃത്യമായി പ്രോത്സാഹിപ്പിക്കുന്നു, അതിന് പ്രചോദനം കൊടുക്കുന്നു. ഇവർക്ക് എങ്ങനെയാണ് സൂഫികൾക്കെതിരെ, വ്യാജ ത്വരീഖത്തുകൾക്കെതിരെ, ഷിയാക്കൾക്കെതിരെ, ബറേൽവികൾക്കെതിരെ ശബ്ദിക്കാൻ സാധിക്കുക? അപ്പൊ സഹോദരങ്ങളെ, ഈ നിലക്കുള്ള അപകടങ്ങൾ അതിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കിയാൽ, അത് ബോധ്യപ്പെട്ടാൽ ഉടനെ അഹ്ലുസുന്ന വൽ ജമാഅയുടെ മാർഗത്തിലേക്ക് മടങ്ങി വരും. അതാണ് അതിന്റെ അപകടമായി. അതുപോലെ തന്നെ അതിനെ ശ്രദ്ധിച്ച് അതിൽ താല്പര്യം കാണിച്ചു പോകുന്ന സാധാരണക്കാരോട് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, ഒരിക്കലും അത് ശരിയാണെന്ന് വിചാരിക്കരുത്. ഒരുപാട് അബദ്ധങ്ങൾ, തെറ്റുകൾ അതിലുണ്ട്. അത് തിരിച്ചറിയണം എന്നാണ് ഉണർത്താനുള്ളത്.